കൊച്ചിയിലേക്ക് പോയാൽ വിഷ്ണു സുരേഷ് തയ്യാറാണ്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. കൊച്ചി മേയർ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിനകത്ത് ഉള്ള അതൃപ്തി, ഡെപ്യൂട്ടി മേയറുമായി ബന്ധപ്പെട്ട് മുന്നണിക്കകത്ത് ലീഗ് ഉയർത്തുന്ന കൂടിയാലോചന നടന്നില്ല എന്നുള്ള പരാതി, ആലപ്പുഴ ജില്ലയിലേക്ക് പോയാൽ അവിടെ പക്ഷിപ്പനിയുമായി ബന്ധപ്പെട്ട ആശങ്ക, അങ്ങനെ മധ്യകേരളത്തിലും ഇന്ന് വാർത്തകൾ ഏറെയുണ്ട്. വിവരങ്ങൾ വിഷ്ണു. ഗുഡ് മോർണിംഗ്. കൊച്ചിയിൽ ഈ കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉള്ള വിവാദങ്ങൾ തുടരുകയാണ്. അത് വി.കെ. മിനിമോളിനെ ആദ്യ ടൈമിലും അതിനുശേഷം ഷൈനു മാത്യു മേയറായി എത്തുമെന്ന് DCC ഔദ്യോഗികമായി പ്രഖ്യാപിച്ചെങ്കിൽ അതിനെല്ലാം അപ്പുറത്ത് ദീപ്തി മേരി വർഗീസ് എന്തുകൊണ്ട് ഒഴിവാക്കപ്പെട്ടു എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. KPCC ജനറൽ സെക്രട്ടറിയാണ് ദീപ്തി തന്നെ ഇന്നലെ അതുമായി ബന്ധപ്പെട്ടുള്ള അതൃപ്തി അറിയിച്ചു. അവർ വ്യക്തമാക്കുന്നത്, നേരത്തെ KPCC ഈ മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില മാനദണ്ഡങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ആ മാനദണ്ഡങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. തർക്കമുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ തർക്കമുണ്ടെങ്കിൽ KPCC നിരീക്ഷണത്തിൽ ആ തർക്കം പരിഹരിക്കണം എന്നായിരുന്നു ആ നോംസിലുണ്ടായിരുന്നത്. അത് പാലിച്ചിട്ടില്ല. കോർ കമ്മിറ്റി വിളിക്കുമെന്ന് പറഞ്ഞിട്ട് കോർ കമ്മിറ്റി വിളിച്ചില്ല. എന്തുകൊണ്ടാണ് തന്നെ മാറ്റിയത് എന്ന കാര്യത്തിൽ അറിയില്ല. അവർ KPCC പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനോടൊക്കെ ഇക്കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇന്ന് ഒരു വിശദമായ പ്രതികരണത്തിന് സാധ്യതയുണ്ട്. ഒപ്പം ദീപ്തിക്ക് വലിയ പിന്തുണ സമൂഹ മാധ്യമത്തിലടക്കം ഉയർന്നു വരുന്നുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം ദീപ്തിയെ പിന്തുണച്ച് രംഗത്തെത്തുന്നു. ഇന്നലെ മാത്യു കുഴൽനാടന്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഈ മേയർ തെരഞ്ഞെടുപ്പിൽ നിന്ന് അല്ലെങ്കിൽ മേയർ സ്ഥാനത്ത് നിന്ന് ദീപ്തി എന്തുകൊണ്ട് ഒഴിവാക്കപ്പെട്ടു എന്നതിന് ഭാഗമായി ബന്ധപ്പെട്ട് ഇന്ന് കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറികൾക്ക് സാധ്യതയുണ്ട്. ഒപ്പം പരസ്യ പ്രതികരണങ്ങൾക്ക് സാധ്യതയുണ്ട്. ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ പേരിലാണ് ദീപ്തി ഒഴിവാക്കിയത് എന്നുള്ള വലിയ വിമർശനങ്ങൾ കോൺഗ്രസിനിടയിൽ തന്നെ വരുന്നുണ്ട്. ഒപ്പം ഡെപ്യൂട്ടി മേയർ സ്ഥാനം നൽകാത്തതിൽ ലീഗും അതൃപ്തി പ്രകടിപ്പിച്ചു. മുന്നണി മര്യാദകൾ പാലിച്ചിട്ടില്ല എന്നാണ് ലീഗ് വ്യക്തമാക്കുന്നത്. ഏകപക്ഷീയമായി, അതായത് ഭരണത്തിൽ ഭൂരിപക്ഷം ഉള്ളപ്പോൾ ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല എന്നാണ് ലീഗിന്റെ നിലപാട്. ഇന്ന് ലീഗ് ജില്ലാ നേതൃയോഗം ചേരുന്നുണ്ട്. അതിലായിരിക്കും അവർ ഒരു തുടർ തീരുമാനമെടുക്കുക. നിസ്സഹകരണം അടക്കമുള്ള കാര്യങ്ങൾ അവരുടെ ആലോചനയിലുണ്ട്. അതിനിപ്പോൾ എങ്ങനെയാണ് കോർപ്പറേഷൻ ഭരണത്തെ ബാധിക്കാൻ പോകുന്നതുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. ആലപ്പുഴയിലേക്കും കോട്ടയത്തേക്കും പോയാൽ അവിടെ പക്ഷിപ്പനി വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണകളിലൊക്കെ ഈ ക്രിസ്മസ് ന്യൂ ഇയർ കാലങ്ങളോടനുബന്ധിച്ച് പക്ഷിപ്പനി സ്ഥിരമായി വരുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ആലപ്പുഴയിൽ 8 പഞ്ചായത്തുകളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. 1981 വരുന്ന താറാവുകളെ കൊല്ലാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ആളുകൾ കൂടുതൽ ജാഗ്രത പുലർത്തണം എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ കള്ളിങ്ങുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നടപടികളും പൂർത്തിയായിട്ടുണ്ട്. ഒരുപക്ഷെ നാളെയോ അല്ലെങ്കിൽ ഇന്നോ തന്നെ കള്ളിങ് ആരംഭിക്കും. ആദ്യത്തെ വാർഡുകളിൽ തകഴി, അതോടൊപ്പം തന്നെ പുന്നപ്ര പോലുള്ള വാർഡുകളിലെ ആദ്യത്തെ വാർഡുകളിലാണ് ഇത്തരത്തിൽ ഈ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരുന്നത്. ആ വാർഡുകളിലൊക്കെ അതീവ ജാഗ്രത പുലർത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെ മധ്യകേരളത്തിൽ പ്രധാനമായും ഈ കോൺഗ്രസ് UDF തർക്കങ്ങളും അതോടൊപ്പം ഈ പക്ഷിപ്പനിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളുമാണ് ഇന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ശരി, വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.